2007 പുറത്തിറങ്ങിയ ലൈഫ് ഇൻ എ മെട്രോയുടെ സ്പിരിച്വൽ സീക്വലായിട്ടുള്ള മെട്രോ എന്തിനോ കാസ്റ്റിംഗ് കൊണ്ട് സമാനമായ ഏജ് കാറ്റഗറിയിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ആദ്യ സിനിമയുമായിട്ട് സ്വഭാവത്തിൽ ഇതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആദ്യത്തെ സിനിമ റിലേഷൻഷിപ്പുകളെ ഗ്രേ ആൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് ശ്രദ്ധ കൊടുത്തപ്പോൾ 2025 വേർഷൻ മെച്യൂർ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറച്ചുകൂടെ ഫൺ സ്വഭാവത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. കഥാപാത്രങ്ങളോട് സിമ്പതി തോന്നുന്ന രീതിയിലുള്ള വളരെ ട്രാജിക്കും സങ്കടകരവുമായ എൻഡിങ്ങുകളൊന്നും ഇത്തവണയില്ല. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വിഷ്വലുകളുള്ള ഈ ഒരു മ്യൂസിക്കൽ സ്വഭാവത്തിലുള്ള സിനിമ അനുരാഗ് ബസുവിന്റെ അവസാന OTT റിലീസായിരുന്ന ലൂഡോയെ പല സ്ഥലത്തും നമ്മളെ ഓർമ്മിപ്പിക്കും. ബാംഗ്ലൂർ, പൂനെ, കൽക്കത്ത എന്നീ നഗരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇത്തവണ കഥ നടക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്നവർക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള എന്നാൽ ഉള്ളിൽ പലതും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ് കാജോളും മോണ്ടിയും. കാജോളിൻ്റെ അനിയത്തി ചുംകി തൻ്റെ ഏറെ നാളത്തെ ബോയ്ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. പക്ഷേ ആ ബോയ്ഫ്രണ്ടിന് ചില ട്രസ്റ്റ് ഇഷ്യൂകളുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ അമ്മയായ ഷിബാനിയും അഡ്ജസ്റ്റ് ചെയ്താണ് ഭർത്താവിനൊപ്പം ജീവിക്കുന്നത്. ഇവരെ കൂടാതെ സിനിമയിൽ നമ്മൾ കാണുന്ന ഒരു കപ്പിളാണ് ശ്രുതിയും ആകാശും. ചുംകി പരിചയപ്പെടുന്ന പാർത്ത് എന്ന ട്രാവൽ വ്ളോഗറുടെ അടുത്ത സുഹൃത്തുക്കളാണ് ശ്രുതിയും ആകാശും. ഇത്രയും കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവുമൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. 2007 സിനിമയും ഈ പുതിയ സിനിമയും തമ്മിൽ അരമണിക്കൂറിൻ്റെ ദൈർഘ്യ വ്യത്യാസമുണ്ട്. അതായത് പുതിയതിന് അരമണിക്കൂർ നീളം കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു അരമണിക്കൂർ വലിച്ചു നീട്ടിയതാണെന്ന് തന്നെ പറയാം. ഒരു കഥയ്ക്കും ഇത്തവണ ഒരു ട്രാജഡിയുടെ സ്വഭാവം കൊടുക്കാൻ അനുരാഗ് ബസു താല്പര്യപ്പെടുന്നില്ല. ആകാശം ശ്രുതിയുമുള്ള ട്രാക്ക് ഒഴികെ ബാക്കി എല്ലാത്തിനും ഒരു ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അനുപം ഖേർ ഉള്ള സബ് പ്ലോട്ടിന്റെ അവസാന ഭാഗങ്ങളൊക്കെ കുറച്ചധികം സിനിമാറ്റിക് ആകുന്നുണ്ട്. ഇത്രയധികം കഥാപാത്രങ്ങളും അതിനനുസരിച്ച് സബ് പ്ലോട്ടുകളും ഉള്ളതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് എങ്കിലും കാണുന്ന ആളുകൾക്ക് റിലേറ്റബിൾ ആകാനുള്ള സാധ്യത കൂടുതലാണ്. ബേസിക് സ്ക്രിപ്റ്റ് കൊണ്ട് ഷൂട്ടിംഗ് തുടങ്ങി സെറ്റിൽ വെച്ച് നല്ലപോലെ ഇംപ്രവൈസ് ചെയ്യുന്നതിന് പേര് കേട്ടിട്ടുള്ള ആളാണ് അനുരാഗ് ബസു. ഈ സിനിമ കാണുമ്പോഴും പുള്ളി ആ പരിപാടി ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇതിൽ മോണ്ടിയും കാജോളും ഗോവയിൽ പോകുന്ന ഭാഗവും ഷിബാനിയുടെ ഓസ്കാർ അഭിനയവും ഒക്കെ കോമഡിക്ക് വേണ്ടി കുറച്ചധികം വലിച്ചു നീട്ടിയതായിട്ട് ഫീൽ ചെയ്തു. എല്ലാ ഫ്രെയിമുകളും ഏറെക്കുറെ ഫ്ലാറ്റായിട്ട് ലൈറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുള്ള ഈ സിനിമ ലൈഫ് ഇൻ എ മെട്രോയിൽ നിന്ന് ഫിലോസഫിയിൽ മാത്രമല്ല ലുക്ക് ആൻഡ് ഫീലിലും ഒരുപാട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പഴയ സിനിമയിൽ കറുത്ത ഡ്രസ്സ് ഇട്ടിരുന്ന പാട്ടുകാർ ഇത്തവണയെല്ലാം വെള്ള ഡ്രസ്സാണ്. അത് കാണുമ്പോൾ തന്നെ സിനിമയുടെ ടോൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഈ അടുത്ത് ലൈഫ് ഇൻ എ മെട്രോ എന്ന സിനിമ വീണ്ടും കണ്ടപ്പോൾ ഫിലിമിൽ ഷൂട്ട് ചെയ്ത ആ കാലത്ത് സംഭവിച്ച ചില ടെക്നിക്കൽ ഗ്ലിച്ചുകൾ സ്വല്പം അരോചകമായിട്ട് തോന്നിയിരുന്നു. പക്ഷേ മെട്രോ എന്തിനോ എന്ന സിനിമയിലേക്ക് വരുമ്പോൾ വളരെയധികം അലോസരപ്പെടുത്തുന്നത് ഗ്രീൻ സ്ക്രീനിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. ഇത്തവണത്തെ പാട്ടുകൾ തീർച്ചയായും രസകരം തന്നെയാണ്. ഒരു ഹൈബ്രിഡ് സ്വഭാവത്തിലുള്ള ആൽബമാണ് ഇത്തവണ. മ്യൂസിക്കൽ സ്വഭാവത്തിൽ വരുന്ന പാട്ടുകളും പിന്നെ കൺവെൻഷണൽ ആയിട്ടുള്ള പാട്ടുകളും വരുന്നുണ്ട്. എന്നിരുന്നാലും 2007 ആൽബം തന്നെയാണ് എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്നത്. പങ്കജ് ത്രിപാഠിയും കൊങ്കണ സെൻ ശർമ്മയുമാണ് മോണ്ടിയും കജോളുമായിട്ട് വന്നിട്ടുള്ളത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഗംഭീരമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അനുരാഗ് ബസു അവർ രണ്ടുപേരുള്ള ഭാഗം എത്ര എഴുതിയിട്ടും തീരാത്തതുപോലെ നീട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. സാറ അലിഖാനും ആദിത്യ റോയ് കപൂറുമുള്ള ലവ് ട്രാക്ക് ഒരു ബീറ്റ ഓക്കെ ജാനു ടൈപ്പ് ആയിരുന്നു. ആ ലവ് സ്റ്റോറിയിൽ ഒരു ഫൺ എലമെന്റ് അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഫെമിലിയാരിറ്റി കാരണം അതിനൊരു പൂർണ്ണത വന്നില്ല. അനുപം ഖേറും നീന ഗുപ്തയും ശാശ്വത ചാറ്റർജിയുമുള്ള സീനിയർ സിറ്റിസൺ പ്രേമം അത്യാവശ്യം പ്രോമിസിംഗ് ആയി തുടങ്ങിയെങ്കിലും അവസാനത്തേക്ക് വളരെ ഫിൽമി ആയിപ്പോയി. ഏറ്റവും റൊമാൻറ്റിക്കും ഗ്രൗണ്ടഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിൽ ഫാത്തിമ സന ഷെയ്ഖും അലി ഫസ്ലും അവതരിപ്പിച്ച ശ്രുതി ആകാശ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ കോമഡിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഈ ട്രാക്കിന്റെ ദൈർഘ്യം നല്ലപോലെ കുറഞ്ഞുപോയി. ഗ്രോയിങ് ഔട്ട് ഓഫ് ലവ് എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണെന്നും നിരന്തരം എഫേർട്ട് എടുത്ത് ഒരേ വ്യക്തിയുമായി പ്രണയത്തിലായിക്കൊണ്ടിരിക്കണം എന്ന് ഈ സിനിമ പറയുന്നത് പോലെ തന്നെ ഈ സിനിമയും ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മുഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള മറ്റൊരു ട്രാക്കിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി നമ്മളെ വീണ്ടും ഇതിൽ താല്പര്യം കാണിക്കാൻ പടം പ്രേരിപ്പിക്കുന്നുണ്ട്. ചില ട്രാക്കുകൾക്ക് അനുരാഗ് ബസു കൊടുത്തിട്ടുള്ള അനാവശ്യ വലിച്ചു നീട്ടൽ ടോളറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു നിരുപദ്രവ ഫീൽ ഗുഡ് സിനിമയായിട്ട് ഈ പടം കാണാം. മൊത്തത്തിലുള്ള കഥയുടെ ടോണും കാര്യങ്ങളും കാണുമ്പോൾ ഇത് ലൈഫ് ഇൻ എ മെട്രോ എന്ന സിനിമയേക്കാൾ ലൂഡോ എന്ന സിനിമയുടെ സീക്വൽ പോലെയാണ് തോന്നിയത്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്